നിലാവുളി ഇഫ്താർ വിഭവങ്ങളുടെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനെല്ലാം തന്നെ ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന പുണ്യമാസമാണ് റംലാൻ. ഈ റംലാനിൽ വിശ്വാസികൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കുന്ന സ്പെഷ്യൽ വിഭവങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടിയാണ് ഇഫ്താർ വിഭവങ്ങൾ. ഇന്ന് നമുക്കായിട്ട് ഇഫ്താർ വിഭവം ഒരുക്കുന്നത് എടപ്പാൾ സ്വദേശിയായ ഷഹന അമലാണ്. ഈ എപ്പിസോഡിൽ കേരള വിഷൻ പ്രേക്ഷകർക്കായി ഷഹന ഉണ്ടാക്കുന്നത് പഴം നിറച്ചതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഷഹനയിൽ നിന്ന് തന്നെ നമുക്ക് ചോദിച്ചറിയാം. ഹായ് ഷഹന, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖം. ഇന്ന് ഷഹന നമ്മുടെ കേരള വിഷന്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താണ് ഉണ്ടാക്കാൻ പോണത്? ഇന്ന് പഴം നിറച്ചതാണ്. പഴം നിറവ് എന്നും പറയും. അപ്പോൾ അതൊന്ന് നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നുണ്ടാക്കാൻ പോകുന്ന ഐറ്റത്തിന് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഷഹനോട് ചോദിക്കാം. നേന്ത്രപ്പഴം, തേങ്ങ, ഉപ്പ്, മൈദപ്പൊടി, ഏലക്കായ, പഞ്ചസാര, ആവശ്യത്തിനുള്ള വെള്ളം. ഓക്കെ, അപ്പോൾ ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതിന് വേണ്ട ഐറ്റംസ് എന്ന് നമുക്ക് ഷഹന പറഞ്ഞു തന്നു. പഴം, മൈദ, ഏലക്കായ, തേങ്ങ, ഉപ്പ് ആവശ്യത്തിന്, പഞ്ചസാര ആവശ്യത്തിനുള്ള വെള്ളം. അപ്പോൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണെന്നാണ് തോന്നുന്നത്. ഇതിൽ പിന്നെ ഒന്നും കൂടി ചെയ്യണമെങ്കിൽ നട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ സോഡ അതൊന്നും ആവശ്യമില്ലാതെയാണ് ഇപ്പം ഇത് എളുപ്പത്തിൽ പെട്ടെന്ന് ഒരു പഴം കിട്ടിക്കഴിഞ്ഞാൽ നോമ്പൊക്കെ ആവുന്ന സമയത്ത് ചിലപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് നോമ്പ് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ്. പിന്നെ സാധാരണ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തും ഉണ്ടാക്കാറുണ്ട്. പഴനിറവിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള രീതിക്കാണെന്ന് ഷഹന നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ആ ഒരു പ്രിപ്പറേഷൻ രീതിയിലേക്ക് പോകാം. അപ്പോൾ അമൽ, നമുക്ക് എന്നാലും പഴം നിറച്ചാലോ? തുടങ്ങിക്കോളൂ. അപ്പം ആദ്യം പഴം എടുത്തിട്ട് ഞാൻ ഈ പലതരത്തിലും പലരും പല ടൈപ്പിൽ ചെയ്യും. ഇത് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരട്ടിട്ട് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ പഴം നമ്മൾ ഏകദേശം ഈ ഒരു സ്റ്റൈലിലാണ്. ഇത് അമലിൻ്റെ സ്വന്തം സ്റ്റൈലാണ്. ഇതിലെല്ലാം ഇങ്ങനെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഫില്ലിങ് ഇതിൽ തേങ്ങ, പഞ്ചസാര, ഒരു 3 ഏലക്കായ, ഉപ്പ് ഇതിട്ടിട്ട് ഇത് മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ പഴം ഈ ഗ്യാപ്പിൽ ഫില്ല് ചെയ്തു. ഇങ്ങനെ ഫില്ല് ചെയ്യാം. ഇനി വേണ്ട ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതിൽ അണ്ടിപ്പരിപ്പോ നട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ഇതിൻ്റെ ഓരോ കട്ട് ചെയ്ത പോർഷനിലും ഈ ഫില്ലിങ് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതെല്ലതും ഓരോന്നും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് മാറ്റി വെച്ചതിൻ്റെ ശേഷം ഇതും അതുപോലെ ബാക്കിയുള്ളതും ഇങ്ങനെ കീറി ഫില്ല് ചെയ്തിട്ട് വെക്കുക. ഞാനിങ്ങനെയാണ് ചെയ്യണത്. പലരും പല ടൈപ്പിൽ ചെയ്യും. ഈ പഴത്തിന് ഒറ്റൊരു കീറല കുറച്ച് ഡീപ്പായിട്ട് അങ്ങനെ തേങ്ങ വഴറ്റിയിട്ട് നെയ്യിലിട്ട് വഴറ്റിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റണത് നമുക്ക് എന്ത് കുറയ്ക്കാം, ഓയില് കുറയ്ക്കണത്. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ പെട്ടെന്ന് കുറഞ്ഞ ഐറ്റംസ് ഉപയോഗിച്ചിട്ട് പെട്ടെന്നൊരു ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം എടുത്തിട്ട് ഇങ്ങനെ ചെയ്യാം. പഴം തേങ്ങയും മാത്രമാണെങ്കിലും കുഴപ്പമില്ല. പഞ്ചസാരയും 2 ഏലക്കായ ഇട്ടാൽ മതി. ഫ്ലേവറിന് ഫ്ലേവറിന് ഇത് ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ഇത് ശരിക്കും പറയുകയാണെങ്കിൽ 5 മിനിറ്റിൽ എന്നൊക്കെ പറഞ്ഞ മാതിരി ഇൻസ്റ്റൻ്റ് ആയിട്ട് പരിപാടി കഴിയും. നല്ല സ്പീഡായിട്ടാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ 3 പഴം ഇവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, ഇനി ബാറ്റർ ഉണ്ടാക്കുക. നമുക്ക് മൈദപ്പൊടിയും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ബാറ്റർ ഉണ്ടാക്കുക. അതിൽ മഞ്ഞൾപ്പൊടി ഇടുന്നത് ഉണ്ടാവും, ചിലരിടാം. അത് സോഡ ഇടാം. അപ്പോൾ സോഡ ഇടും. അത് നമ്മളിപ്പോൾ ഇതിലിടുന്നില്ല. ഇതിലിപ്പോൾ മൈദയും വെള്ളവും ഉപ്പും മാത്രം ഇട്ടിട്ട് നമുക്ക് കട്ടിയിൽ
അപ്പൊ ഇനി നമ്മള് ബാറ്റർ ഉണ്ടാക്കാൻ പോവാണ്. ബാറ്റർ ഉണ്ടാക്കുക. നമുക്ക് ഇപ്പൊ 3 പഴമാണ് ഉള്ളത്. അതിലിപ്പോ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഈ പൊടി നമുക്ക് ഇതിലേക്ക് അത്ര ഒന്നും വേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് കുറച്ച് അരക്കപ്പിന്റെ അടുത്ത് മതി. ഇത് മതി. ഇതിനേല് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആവശ്യത്തിന് വെള്ളം. ഇത് നമ്മൾ ഈ നല്ല കട്ടിയിൽ വെള്ളം കട്ടി പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാം മുക്കിയെടുക്കാനാ? ഇനി ഇത് നമ്മൾ പൊരിക്കുന്ന ടൈമിൽ പഴം ഇങ്ങനെ ഓരോന്ന് എടുത്തിട്ട് തൊലിച്ചിട്ട് പിന്നെ മുക്കിയിട്ട് നമ്മൾ നേരെ ചീനച്ചട്ടി അങ്ങനെ. ഏകദേശം ഈ പഴം മുങ്ങണ രീതിക്ക് ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ബാറ്റർ റെഡി ആക്കേണ്ടത്. അപ്പോൾ വെള്ളം പോരായ്മ ഉണ്ട് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്തിട്ട് ഓക്കെ. നമ്മൾ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പൊരിക്കാം. ഓക്കെ. അപ്പം ഇനി നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിലിട്ടിട്ട് പഴം ഓരോന്നായിട്ട് മുക്കിയിട്ട്, അപ്പോൾ തൊലി ഇതിങ്ങനെ കളയണം. എന്നതിന് ശേഷം ഓരോന്നോരോന്ന് എടുത്തിട്ട് മുക്കി പൊരിക്കാം. ഓക്കെ. നമുക്കിതൊന്ന് പൊരിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് പൊരിച്ചെടുക്കാം. പിന്നെ എന്തൊക്കെയാണ് നോമ്പൊക്കെ ആയിട്ട് നോമ്പൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇത് ഈ പഴം നിറച്ചതിൽ ചിലര് അവിലൊക്കെ ഉണ്ട്. ഇതിലിപ്പോൾ അതൊന്നും ഇട്ടിട്ടില്ല കേട്ടാ. ഇത് ചിലപ്പം കാണുമ്പം അവർ വിചാരിക്കും ഇത് എന്ത് പഴം ഇങ്ങനെ പെട്ടെന്ന് ആക്കുന്നതൊക്കെ വിചാരിക്കും. പക്ഷെ ഇത് പെട്ടെന്ന് നമുക്ക് പഴം കിട്ടിക്കഴിഞ്ഞാൽ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാണ്. നമ്മൾ ആ പഴം എടുത്തിട്ട് ഈ മൈദൻ്റെ മാവിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ആ പഴത്തിൻ്റെ നമ്മൾ മുറിച്ച ആ പോർഷൻസിലൊക്കെ അതങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം ഇനി ഇതിങ്ങനെ നല്ല ഫില്ലായിട്ട്, അതായത് ആ കീറിയ പോർഷൻസിലൊക്കെ അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ എടുക്കാനാണ്. അത് മാവ് നല്ല കട്ടിയാണ്. അപ്പം അത് ഇതിങ്ങനെ എടുത്തിട്ട് ശ്രദ്ധിക്കാം. പതുക്കെ നമ്മൾ ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലപ്പം എണ്ണ നന്നായിട്ട് ചൂടായതുകൊണ്ട് തന്നെ ഇത് വലിയ ചട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണൊക്കെ ഒരുമിച്ച് കരിയുണ്ട്. കുറച്ച് കയ്യിൽ നിന്ന് വെള്ളമാണല്ലേ. അപ്പം അത് നല്ല പെട്ടെന്ന് നമുക്ക് ഏകദേശം ഒരു ഭാഗം പെട്ടെന്ന് തന്നെ കുക്ക് ആയിരുന്നു. ഇത് നമുക്ക് ഇനി ഇത് കോരാം. നമുക്കിത് ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് നമുക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എണ്ണ മുഖത്തേക്ക് തെറിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യണമെന്നുണ്ടെങ്കിൽ. എണ്ണയിലേക്ക് ഇടുമ്പോഴും എടുക്കുമ്പോഴും ഇത് ഇനി അങ്ങനെ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായിണോ? ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇനി ഇത് അതുപോലെ ഓരോന്നായിട്ട് നമുക്ക് ഇത് ചെറിയ പഴമാണെങ്കിൽ നമുക്ക് സുഖമാണ്. ഇത് ഇങ്ങനെ വേങ്ങട്ട് അപ്പുറത്ത് ഈ പാത്രം നല്ല പണി ചെയ്തു. ചെറിയ പഴമാണ് സാധാരണ. ഇത് കുറച്ച് വലിപ്പം ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമുക്കിനി പതുക്കെ മറച്ചിട്ട് കൊടുക്കുക. തീ കുറവുണ്ട. നിങ്ങളവിടെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഞങ്ങളവിടെ ഇത് വേറെ സ്റ്റൈലിലാണ് ഉണ്ടാക്കാം. ഞങ്ങൾക്കവിടെ ഇത്ര ഓയിലി ആയിട്ടല്ല. അതായത് പറഞ്ഞ പോലെ ബേസായിട്ട് സാധനങ്ങളൊക്കെ ഒന്ന് തന്നെ. പഴം, തേങ്ങ, പഞ്ചസാര, പിന്നെ വേണമെങ്കിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യാം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ. എന്നിട്ട് പഴം ജസ്റ്റ് എന്ത് ചെയ്യും, എണ്ണ ജസ്റ്റ് ഇതേപോലെ നെയ്യിൽ ഒന്ന്
കളർ മാറ്റിയിട്ട് ആ എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒറ്റ വര ഒരു വര ഇട്ടിട്ട് ആ. ഈ നെയ്യ് തന്നെ ഇത് 3 വരയാണ്. തേങ്ങ ഐറ്റംസ് ആയിട്ടുള്ള നിറയ്ക്കും. ആ ആ പിന്നെ അമല അങ്ങനെ പൊതുവെ മധുരം ആണോ താല്പര്യം? മധുരം ആയിരുന്നു താല്പര്യം. ഇപ്പൊ തടി കൂടുന്ന കാരണം കുറച്ചിക്കണ്. എന്താണ് മെയിൻ പ്രൊഫഷൻ? ബേക്കിംഗ്? ഞാൻ ബേക്കിംഗ് ആണ്, കേക്ക്. ഇത് പിന്നെ നമ്മള് സാധാരണ വീട്ടിലുണ്ടാക്കും. ഇനിയിപ്പോ നോമ്പാകുമ്പോ നമുക്ക് നാളെ ഏതാ ഉണ്ടാക്കുക, ഇന്ന് ഏതാ ഉണ്ടാക്കുക, കുട്ടികൾ പറയും നമ്മളോട് നാളെ അത് ഉണ്ടാക്കണം അത് ഉണ്ടാക്കണം എന്ന് പറയും. കൂടുതലൊന്നും ഉണ്ടാക്കൂല, ഒരു 2-3 ഐറ്റംസ് മാത്രം ഉണ്ടാക്കിയിട്ട് അങ്ങനെ. ഇത് ബേക്കിംഗ് പറയുമ്പോ സ്വന്തമായിട്ട് ബ്രാൻഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. എന്താ പേര്? ആമീസ് കേക്ക്. ഓക്കെ. ലൈസൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് സർട്ടിഫൈഡ് ഹോം ബേക്കർ കൂടിയാണ്. നമുക്ക് കേക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. മെയിൻ താല്പര്യം അതാണ്. മെയിൻ അതാണ്. നല്ല ചൂടിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഉള്ളു ഇതായി കിട്ടൂല. അപ്പം വേഗം ചുവപ്പ് കരിഞ്ഞ കളർ വരും. ആദ്യം കൂട്ടി വെച്ചിട്ട് പിന്നെ കുറച്ച് കൊടുക്കുക, പിന്നെ കൂട്ടി കൊടുക്കുക, അങ്ങനെ ആയിട്ട്. നമുക്കത് ശരിക്കും ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ് വേണ്ടത്. അഥവാ തീ അധികമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ളു വേവാണ്ട് ആ തേങ്ങയും ആ മൈദൊക്കെ ഇങ്ങോട്ട് കരിഞ്ഞ് വേറൊരു ഫോമിലാണ്. അപ്പോൾ ഇത് ഏകദേശം ഇപ്പോൾ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് വാങ്ങി വെക്കാം. മാവൊക്കെ പോയിക്കുന്നു. അപ്പോൾ നമ്മളെ സംഭവം റെഡി ആയിട്ടുണ്ട്. പഴം നിറച്ച് പൊരിച്ചത്, പഴം നിറവ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പോൾ നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്, പഴം നിറച്ച്. ഇനി ഇത് നമുക്ക് പീസായിട്ട് നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആളുകൾക്കനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ട്, ഇപ്പോൾ വളരെ ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇത് നമ്മളവിടെ കല്യാണങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മളെ വീട്ടിലുള്ളൊരു പിന്നെ ഒരു പൊരിച്ച കടി കൊണ്ടുപോകണ അങ്ങനെ അപ്പൊ അതൊക്കെ കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ 10 15 അങ്ങനെയൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ട് കൊണ്ട്. ഓക്കെ. അങ്ങനെ ഇത് നമ്മളെ ഓരോ ഭക്ഷണവും ഓരോ നാടിന്റെ സംസ്കാരമാണ് ശരിക്കും. അപ്പൊ ഇവിടെ ഈ ആതിഥ്യ മര്യാദ എന്നൊക്കെ പറഞ്ഞ മാതിരി നമ്മള് വിരുന്ന് പോകുമ്പോൾ പലഹാരം ഒന്നും ബേക്കറിയിൽ നിന്ന് വാങ്ങിയിട്ടല്ല പോവുക. അന്നൊക്കെ ആൾക്കാർ ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ഒരു 10-15 20 ഉണ്ടാക്കിയിട്ട് ഒരു രീതിയാണ്. പൊന്നാനിയിൽ ഞാൻ വന്നിരുന്ന സമയത്തൊക്കെ, കല്യാണം കഴിച്ചിട്ട് ഇങ്ങോട്ട് വന്നിരുന്ന സമയത്തൊക്കെ ഇത് എല്ലാ ഐറ്റംസും ഉണ്ടാവും. ഓരോ വീട്ടുകളിൽ കല്യാണ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുറേശ്ശൊക്കെ അധികം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ഐറ്റംസാണ് ഉണ്ടാവുക. പൊന്നാനി പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിചയപ്പെട്ടിട്ടുണ്ട്. പൊന്നാനി ഒരു പലഹാരങ്ങളെ നാടാണ്. അപ്പോൾ ആളുടെ ഹസ്ബൻഡ് വീട് അവിടെയാണ്. അപ്പോൾ ഹസ്ബൻഡ് വീട് അവിടെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി ഇതിനോട് താല്പര്യമുള്ള ഒരാൾ വന്നെത്തിയത് അതിൻ്റെ തന്നെ ഒരു തട്ടകത്തിലേക്കാണ്. അപ്പോൾ എന്തായാലും നൈസായി. അപ്പോൾ ഇതേപോലെ കുറേ പലഹാരങ്ങൾ ഇനിയും നമുക്ക് വേണ്ടി തരില്ലേ? അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കഴിച്ചു നോക്കാം അല്ലേ? താങ്ക്സ്. അത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞതാ ഏകദേശം ഇതുപോലെ ഇരിക്കും. അതായത് ഈ തേങ്ങയ്ക്ക് നന്നായിട്ട് മെൽറ്റായി, അതിലെ ഷുഗറൊക്കെ അതിലേക്ക് ഇറങ്ങി, പഴമൊക്കെ നല്ല വെന്ത് ആ മാവും ഒക്കെ കൂടെ ആയിട്ട് നല്ലൊരു മണമുണ്ട്, നല്ല മണം. അവന് എന്തായാലും നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം. ചൂടുണ്ട്, പക്ഷെ നമുക്കൊരു വിഷയമല്ല, നമുക്കിതൊന്ന് കഴിച്ചു. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല മധുരം. പറഞ്ഞ മാതിരി തന്നെ പുറത്ത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ പഴംപൊരീൻ്റെ പോലെ ആ കവറിങ് ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ടേസ്റ്റ്. അകത്താണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളെ നാട്ടിലെ എക്സാക്ട് പഴം നിറവിൻ്റെ ടേസ്റ്റ്. അപ്പം എന്തായാലും 2 വിഭവം ഒരുമിച്ച് കഴിച്ച ഫീലാണ്. പെട്ടെന്ന് പറഞ്ഞ മാതിരി എന്ത് ചെയ്യണ്ട, ഓവറായിട്ടുള്ള ഐറ്റംസ് ഒന്നും വേണ്ട. ഒരു തേങ്ങയും ഏലക്കായ അത്ര മാത്രം മതി. ഓക്കെ. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ തേങ്ങയും പഴവും ഉണ്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കി വെക്കാം. എന്നും പഴംപൊരിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റി പിടിച്ചാൽ മതി. അതാണ് അതിൽ പോയിന്റ്. കാരണം ഒരേ സാധനം തന്നെ എന്നും കഴിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബോറടി. മാറ്റി പിടിച്ചെടുക്കുക.
റംസാൻ നിലാവളി ഇഫ്താർ വിഭവങ്ങളിൽ ഇന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഷഹന അമൽ ഉണ്ടാക്കുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന എളുപ്പത്തിലുള്ള ഒരു പഴം നിറച്ചതാണ്. അപ്പോൾ ഇതേപോലെയുള്ള ഇൻസ്റ്റന്റ് ആയിട്ടുള്ള രുചികരമായ വിഭവങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരേക്കും റംസാൻ മുബാറക്.